കനത്ത മഴയിൽ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കുളത്തൂപ്പുഴയിൽ വീടിന്റെ സുരക്ഷാ മതിലിടിഞ്ഞു. വട്ടക്കരിക്കം ഐഷ മൻസിലിൽ ദിലീപ് എന്നയാളുടെ വീടിന്റെ സുരക്ഷയ്ക്കായി കെട്ടിയ കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത്. മതിലിടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ തോടടഞ്ഞതോടെ തോട്ടിലെ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറി. വട്ടക്കരിക്കം ഹമീദിയ സൗദത്തിൽ സിറാജുദ്ദീന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഏക്കർ കണക്കിന് കൃഷിവിളകൾ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. സമീപത്തെ റോഡിലേക്കും വെള്ളം കയറി. തോട് വൃത്തിയാക്കാത്തത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് മതിലിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാം വെള്ളം കയറി, എല്ലാം എൻ്റെ കൃഷി മൊത്തവും നശിച്ചു. ഞാനിപ്പോൾ ഒരുപാട് കാശുകളും അത് ഇതുമൊക്കെ മുടക്കി ഇപ്പോൾ 3 ദിവസമേ ആയുള്ളൂ വളം ഇട്ടിട്ട്. ഈ തോടും ആരും ഇത് വൃത്തിയാക്കത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് തോടൊക്കെ വൃത്തിയാക്കും. താഴോട്ട് വെള്ളം പോകാത്ത വിധത്തിലാണ് കിടന്നത്. ഇപ്പോൾ ഞാൻ കൃഷി ചെയ്ത് വന്നപ്പോഴത്തേക്ക് താഴോട്ടുള്ള വെള്ളം പോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കി. മഴ പെയ്താൽ ഇപ്പോൾ വെള്ളം നിന്നാലും ഒരു 10 മിനിറ്റിനകം വെള്ളം വലിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഇവിടെ നിന്നുള്ള കല്ലെല്ലാം കൂടെ മറിഞ്ഞ് ഇപ്പോൾ വെള്ളം കെട്ടി ഇതാണ്ടെങ്കിൽ കണ്ടാലറിയാം, എല്ലാം നശിച്ച് കിടക്കുക, മൊത്തം നശിച്ച് കിടക്കുക. ഇതിൻ്റെയൊക്കെ നഷ്ടവും ഇതൊക്കെ ആരാണ് എനിക്ക് തരുന്നത്? വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പഞ്ചായത്ത് റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ഏരൂരിൽ 3 വീടുകൾ തകർന്നു. നെട്ടയം കോട്ടാത്തറയിൽ അയൽവാസിയുടെ മരം വീണ് സുനി ഭവനിൽ സുജിത്ത് എന്നയാളുടെ വീട് തകർന്നു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന സുജിത്തിന്റെ പിതാവും കിടപ്പ് രോഗിയുമായ ഗോപിനാഥനെ പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 അടിയിൽ വീടിന് സമീപം നിന്ന പ്ലാവ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വേങ്ങവിള വീട്ടിൽ റഷീദയുടെ വീടാണ് തകർന്നത്. കാഞ്ഞുവയലിലുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. സുബിന മൻസിലിൽ ഹസീനയുടെ വീടിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചതായും നഷ്ടപരിഹാരം ഉൾപ്പെടെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഏരൂർ വില്ലേജ് ഓഫീസർ AH ഷാജഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത.